ഓക്കെ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ ഏറ്റവും അവസാനത്തെ മെത്തേഡ്, അതായത് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ആദ്യം പറഞ്ഞ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്. അതിൻ്റെ തിയറി ഭാഗമാണ് പറയുന്നത്. എന്താണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്, എങ്ങനെയാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഒപ്റ്റിമലാണോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഫീസിബിൾ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് എന്ന് നോക്കാം. സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഈസ് എൻ ഇൻ്ററാക്റ്റീവ് ടെക്നിക് ഫോർ മൂവിങ് ഫ്രം എൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടു എൻ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ. അതായത് ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിൽ നിന്നും ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഇൻ്ററാക്റ്റീവ് ടെക്നിക്കാണ് ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫീസിബിൾ സൊല്യൂഷനിന്, ഒരു ഇൻ്ററാക്റ്റീവ് ഫീസിബിൾ സൊല്യൂഷനെ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കാം. സ്റ്റെപ്സ് ഇൻ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്. സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് പ്രിപ്പയർ എ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്, അല്ലെങ്കിൽ മെട്രിക്സ് ഓർ മിനിമം മെത്തേഡ്, അതുപോലെ തന്നെ വോഗൽ അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതിലേത് മെത്തേഡാണെന്നുണ്ടെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ എന്നുള്ളത് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ എൻ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ യൂസിങ് എനി വൺ ഓഫ് ദ ഫോളോയിങ്. താഴെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഡിറ്റർമിൻ ചെയ്യാം. അതിന് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കാം? നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ഉപയോഗിക്കാം, മെട്രിക്സ് മിനിമം മെത്തേഡ് അഥവാ ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് ഉപയോഗിക്കാം, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡോ ഉപയോഗിക്കാം. നെക്സ്റ്റ് എന്ത് ചെയ്യാം? മേക്ക് ഷുവർ ദാറ്റ് ദ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് സെൽ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് വൺ. നെക്സ്റ്റ് നമ്മൾ ഓക്യുപ്പൈഡ് സെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എം പ്ലസ് എൻ മൈനസ് വൺ എന്നുള്ള റേഷ്യോന് തുല്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. വേർ എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ്. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്. ആൻഡ് എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസും ആണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് സെൽ എന്നുള്ളത് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് വൺ എന്നുള്ളത് നമ്മൾ ഷുവർ ചെയ്യാം. മേക്ക് ഷുവർ ദാറ്റ് ദ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് സെൽ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് വൺ. നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് സെൽ എന്നുള്ളത് എം പ്ലസ് എൻ മൈനസ് വൺ എന്നതിനോട് ഈക്വൽ ആണെന്നുള്ളത് ഷുവർ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത് ബിഗിനിങ് വിത്ത് ദ അൺയൂസ്ഡ് സെൽ ടു ബി ഇവാലുവേറ്റഡ്. ട്രേസ് എ പാത്ത് ദാറ്റ് ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ് യൂസിങ് ഓൺലി യൂസ്ഡ് സെൽ ആസ് കോർണേഴ്സ്. അതായത് ഇപ്പോൾ അൺയൂസ്ഡ് സെല്ലുകൾ, ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു യൂസ് ചെയ്ത സെല്ലുകളും അൺയൂസ്ഡ് സെല്ലുകളും രണ്ട് തരത്തിലുള്ള സെല്ലുകളുണ്ടാവും. അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിൽ എൻ സർക്കിൾ ചെയ്തിട്ടുണ്ടാവും. ചില സെല്ലുകളിൽ എൻ സർക്കിൾ ചെയ്തിട്ടുണ്ടാവും, ചില സെല്ലുകളിൽ എൻ സർക്കിൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ സർക്കിൾ ചെയ്ത സെല്ലുകൾ നമ്മൾ യൂസ്ഡ് സെല്ലും, അത് ചെയ്യാത്ത സെല്ലുകൾ എന്ന് പറയുന്നത് അൺയൂസ്ഡ് സെല്ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അൺയൂസ്ഡ് സെല്ലുകളെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അൺയൂസ്ഡ് സെല്ലും ആ അൺയൂസ്ഡ് സെല്ലിന് ചുറ്റും വരുന്ന യൂസ്ഡ് സെല്ലും കൂടി ചേർത്തിട്ട് നമ്മൾ കോർണറിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു ലൂപ്പ് നമ്മൾ ഫോം ചെയ്യണം. അതായത് ഒരു ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട്, ആരോ എന്നുള്ള ചിഹ്നം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ ഒരു ട്രേസ് എ പാത്ത്, ഒരു പാത്ത് നമ്മൾ ട്രേസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ബിഗിനിങ് വിത്ത് ദ അൺയൂസ്ഡ് സെൽ ടു ബി ഇവാലുവേറ്റഡ്. ഇവാലുവേറ്റ് ചെയ്യേണ്ട അൺയൂസ്ഡ് സെല്ലിനെ ഉപയോഗിച്ചുകൊണ്ട് ട്രേസ് എ പാത്ത് ദാറ്റ് ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ് യൂസിങ് ഓൺലി യൂസ്ഡ് സെൽ ആസ് കോർണേഴ്സ്. യൂസ് ചെയ്ത സെല്ലുകൾ കോർണറുകളാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് എന്നുള്ളത് ആരോസ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദ ക്ലോസ്ഡ് ലൂപ്പ് മേ സ്കിപ്പ് ഓവർ ഐദർ യൂസ്ഡ് ഓർ അൺയൂസ്ഡ് സെൽസ്. യൂസ്ഡ് സെല്ലും അൺയൂസ്ഡ് സെല്ലുകളുടെയും കൂടിയും കൂട്ടമാണ് ഈ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് മേ സംടൈംസ് ക്രോസ് ഓവർ ഇറ്റ് സെൽഫ്. രണ്ടിനെയും ക്രോസ് ചെയ്യുന്നതുമാകാം. ദ നമ്പർ ഓഫ് സെൽസ് ഇൻ എനി പർട്ടിക്കുലർ ക്ലോസ്ഡ് ലൂപ്പ് മസ്റ്റ് ബി എൻ ഈവൻ നമ്പർ ഓഫ് അറ്റ്ലീസ്റ്റ് 4. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സെൽ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള നമ്പർ ഓഫ് സെൽ എന്നുള്ളത് ഒരു എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 4 എങ്കിലും അതിലുണ്ടായിരിക്കും. 4 നമ്പർ എങ്കിലും ആ സെല്ലിൽ ഉണ്ടായിരിക്കും. അതായത് ആ ലൂപ്പിലുണ്ടായിരിക്കും നടത്താം, സെല്ലിലല്ല ലൂപ്പിലുണ്ടായിരിക്കും. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നോർമലി എങ്ങനെ ഇരിക്കും? 4 സെല്ല്, ചുരുങ്ങിയത് 4 സെല്ലുകളുടെയെങ്കിലും ഒരു കൂട്ടമായിരിക്കും ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഈവൻ നമ്പർ ആയിട്ട് മാത്രമേ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാവുള്ളൂ. ഒരു
ഓഡ് നമ്പർ ഉണ്ടാവില്ല. 3 5 7 എന്നുള്ള നമ്പറുകൾ ഉണ്ടാവില്ല. എല്ലായ്പ്പോഴും ഈവൻ നമ്പറായിട്ടുള്ള 4 6 8 എന്നിങ്ങനെയായിരിക്കും ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് ലൂപ്പ് എന്നുള്ളത് നോർമലി എങ്ങനെയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? ക്ലോസ്ഡ് ലൂപ്പ് എന്നുള്ളത് അതിന് ചുറ്റുമുള്ള യൂസ്ഡ് സെല്ലുകളുടെ കോർണറിനെ രൂപീകൃതമാക്കിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അൺയൂസ്ഡ് സെല്ല് ഉൾപ്പെട്ടിട്ടുള്ള 4ൽ കുറയാത്ത നമ്പറുകളുള്ള ഒരു സിസ്റ്റമാണ് ഈ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. സോ ദ നമ്പർ ഓഫ് സെൽസ് ഇൻ എനി പർട്ടിക്കുലർ ക്ലോസ്ഡ് ലൂപ്പ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് എൻ ഈവൻ നമ്പർ ഓഫ് 4. നെക്സ്റ്റ് എന്ത് ചെയ്യുക? അസൈൻ എ പ്ലസ് സൈൻ ടു ദ അൺയൂസ്ഡ് സെൽ ബീയിങ് ഇവാലുവേറ്റ് ചെയ്യേണ്ട അൺയൂസ്ഡ് സെല്ലിന് ഒരു പ്ലസ് സൈൻ കൊടുക്കുക. ആൻഡ് ദെൻ ആൾട്ടർനേറ്റീവ്ലി അസൈൻ എ നെഗറ്റീവ് സൈൻ, അതിന് ആൾട്ടർനേറ്റീവായിട്ട് ഉള്ള കോർണറിൽ ഒരു നെഗറ്റീവ് സൈനും പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് പ്ലസ് സൈൻ ഓൺ ഈച്ച് ഓഫ് ദ റിമൈനിങ് കോർണേഴ്സ് ഓഫ് ദ ലൂപ്പ്. അതേപോലെ തന്നെ റിമൈനിങ് കോർണറുകളിലും എന്ത് ചെയ്യുക? പ്ലസ് സൈൻ എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്ലസ് സൈൻ എന്നുള്ളത് അൺയൂസ്ഡ് സെല്ലിന് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് ഒരു മൈനസ് സൈൻ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും ഒരു പ്ലസ് സൈൻ എന്നുള്ളത് എവിടെ പ്രൊവൈഡ് ചെയ്യുക? ഈച്ച് ഓഫ് ദ റിമൈനിങ് കോർണേഴ്സ് ഓഫ് ദ ലൂപ്പിലെ ഓരോ റിമൈനിങ് കോർണറുകളിലും പ്ലസ് സൈൻ എന്നുള്ളത് പ്രൊവൈഡിങ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് പ്രൊവൈഡിങ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യുക? അപ്പോൾ 2 പ്ലസും വരും 2 മൈനസും വരും. അതായത് ഓരോ ഇതിലും എന്ത് വരും? 2 പ്ലസും വരും, അതുപോലെ തന്നെ 2 മൈനസ് എന്നുള്ളതും പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ലൂപ്പ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ നെറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ അൺയൂസ്ഡ് സെല്ലിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ബൈ ആഡിങ് ദ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ആൾ സെൽ. എല്ലാ സെല്ലുകളുടെയും പെർ യൂണിറ്റ് കോസ്റ്റുകൾ ആഡ് ചെയ്തിട്ട് കണ്ടെയ്നിങ് എ പോസിറ്റീവ് സൈൻ ആൻഡ് സബ്ട്രാക്റ്റിംഗ് ദ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ആൾ സെൽസ് കണ്ടെയ്നിങ് എ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനുമുള്ള എല്ലാ സെല്ലുകളുടെയും പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുക. നെക്സ്റ്റ്, ദ നെറ്റ് കോൺട്രിബ്യൂഷൻ വാല്യൂ മേ ബി ഐദർ പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. നെറ്റ് കോൺട്രിബ്യൂഷൻ വാല്യൂ എന്നുള്ളത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. ഇൻഡിക്കേറ്റിംഗ് ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓർ നോ ചേഞ്ച് ഇൻ ദ ടോട്ടൽ കോസ്റ്റ്. അത് ടോട്ടൽ കോസ്റ്റിൽ ഇൻക്രീസോ ഡിക്രീസോ ചേഞ്ചോ പോസിറ്റീവോ നെഗറ്റീവോ ആക്കി മാറാം. ഫോർ മിനിമൈസേഷൻ പ്രോബ്ലം ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ ഇഫ് ദ നെറ്റ് കോൺട്രിബ്യൂഷൻസ് ആർ ഐദർ സീറോ ഓർ പോസിറ്റീവ്. നെറ്റ് കോൺട്രിബ്യൂഷൻസ് സീറോയോ പോസിറ്റീവോ ആകുമ്പോഴാണ് സൊല്യൂഷൻ എന്നുള്ളത് മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ ഒപ്റ്റിമലായിട്ട് മാറുന്നത്. ഫോർ മിനിമൈസേഷൻ പ്രോബ്ലം ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ if the net contributions are either 0 or positive. നെറ്റ് കോൺട്രിബ്യൂഷൻസ് പൂജ്യമോ പോസിറ്റീവോ ആകുമ്പോഴാണ് സൊല്യൂഷൻ എന്നുള്ളത് മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ ഒപ്റ്റിമലായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷന് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. NWCM ഉപയോഗിക്കാം, ലീസ്റ്റ് കോസ്റ്റ് ഉപയോഗിക്കാം, വോഗൽ അപ്രോക്സിമേഷൻ ഉപയോഗിക്കാം. അതിനുശേഷം മേക്ക് ഷുവർ ദാറ്റ് ഒക്യുപ്പൈഡ് സെൽ എന്നുള്ളത് m+n-1 എന്നുള്ള ഈക്വാലിറ്റി ആണെന്നുള്ളത് ഉറപ്പുവരുത്താം. അതിനുശേഷം അൺയൂസ്ഡ് സെല്ലുകൾ ഇവാലുവേറ്റ് ചെയ്യുക, യൂസ്ഡ് സെല്ലുകളും ഇവാലുവേറ്റ് ചെയ്യുക. അൺയൂസ്ഡും യൂസ്ഡും ചേർത്തിട്ട് ഒരു കോർണറിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്നുള്ളത് ഫോം ചെയ്യുക. ഈ ക്ലോസ്ഡ് ലൂപ്പ് എന്നുള്ളത് അൺയൂസ്ഡിനെയും യൂസ്ഡിനെയും കൂടി ചേർത്തതായിരിക്കാം. അതുപോലെ തന്നെ അത് ക്രോസ് ചെയ്യപ്പെടുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഈ ക്ലോസ്ഡ് ലൂപ്പിൽ ചുരുങ്ങിയത് 4 അറ്റ്ലീസ്റ്റ് 4 എങ്കിലും സെല്ലുകൾ ഉണ്ടായിരിക്കണം. 4 സെല്ലുകളെങ്കിലും കൂടിയതാണ്, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ആയിട്ടുള്ള 4 സെല്ലുകളെങ്കിലും കൂടിയതാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് സൈനും അതുപോലെ തന്നെ നെഗറ്റീവ് സൈനും ആൾട്ടർനേറ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പോസിറ്റീവ് സൈനിൻ്റെയും നെഗറ്റീവ് സൈനിൻ്റെയും പെർ യൂണിറ്റ് കോസ്റ്റ് ആഡ് ചെയ്തിട്ടും സബ്ട്രാക്ട് ചെയ്തിട്ടും പ്രൊവൈഡ് ചെയ്യുക. അത് പോസിറ്റീവോ നെഗറ്റീവോ സീറോയോ ഇൻഡിക്കേറ്റിംഗ് ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസോ ടോട്ടൽ കോസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യാം. അത് മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആവണമെന്നുണ്ടെങ്കിൽ നെറ്റ് കോൺട്രിബ്യൂഷൻസ് സീറോയോ പോസിറ്റീവോ ആകണം. The number of cells in any particular closed loop must be an even number of at least 4. Assign a positive sign to the unused cell being evaluated and then alternatively assign a negative sign and a positive sign on each of the remaining corners of the loop.
calculate the net contribution of the unused cells by adding per unit cost of all cells containing a plus sign and subtracting the per unit cost of all cells containing a minus sign. The net contribution value may be either positive, negative or zero, indicating an increase, decrease or no change in the total cost. For minimization problem, the solution is optimal if the net contributions are either positive or zero. ഇനി നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സംടൈംസ് ദ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ ഈസ് ലെസ് ദാൻ m+n-1. ചില സന്ദർഭങ്ങളിൽ ഈ നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ എന്നുള്ളത് m+n-1 ലെസ് ദാൻ ആകുമ്പോഴാകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലോ സബ്സീക്വൻറ്റ് ഇറ്ററേഷനിലോ അങ്ങനെ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഡീജനറസി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഡീജനറസി വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? എമംഗ് ദ എംപ്റ്റി സെൽസ് ചൂസ് വൺ empty cells having at least cost which is of an independent position. ഇൻഡിപെൻഡൻറ്റ് പൊസിഷനിലുള്ള ഒരു empty cell ചൂസ് ചെയ്യുക. If these cells are more than one, it is better to select any one of them arbitrarily. ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ ആർബിട്രറിലി നമ്മൾ സെലക്ട് ചെയ്യുക. A small positive quantity is to be allocated in the selected cell. സെലക്ട് ചെയ്ത സെല്ലിൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. The cell containing the above small positive quantity will be treated like other occupied cells and degeneracy is to be removed by adding one or more accordingly. അതായത് സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഉള്ള സെല്ലിനെ നമ്മൾ മറ്റ് ഒക്യുപ്പൈഡ് സെല്ലുകളുമായിട്ട് ട്രീറ്റ് ചെയ്യുകയും അതിൽ കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഡീജനറസിയെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. സോ എ സെൽ കണ്ടെയ്നിങ് ദ എബോവ് സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി അടങ്ങിയിട്ടുള്ള സെല്ല് ട്രീറ്റഡ് ലൈക്ക് അതർ ഒക്യുപ്പൈഡ് സെൽസ്, മറ്റ് ഒക്യുപ്പൈഡ് സെല്ലുകളെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുകയും ആൻഡ് ഡീജനറസി ഈസ് ടു ബി റിമൂവ്ഡ് ബൈ ആഡിങ് വൺ ഓർ മോർ അക്കോർഡിംഗ്ലി. ഡീജനറസി നമുക്കതിലൂടെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഡീജനറസി എന്നുള്ള ഭാഗം അത്രയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡും അതുപോലെ തന്നെ ഡീജനറസി വരുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഇറ്ററേറ്റീവ് മെത്തേഡ്, ഇൻറ്ററാക്റ്റീവ് ടെക്നിക്കാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്. ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ് എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണ് ഡീജനറസി വരിക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണും. ഓക്കെ, താങ്ക് യു.